അയ്യോടാ ഒരു പാവം കുട്ടി ഇത് ഷെയ്ക്ക് കുടിക്കാൻ നോക്കിയേ ഇങ്ങനെ നേരം കുറച്ച് നേരം മുന്നേ പറഞ്ഞുതരാം. ഇന്ന് ഞങ്ങളുടെ സാറിന്റെ ലാസ്റ്റ് ഡേ ഓഫ് ക്ലാസ് ആണ്. അപ്പൊ സാറിന് എന്തെങ്കിലും സന്തോഷമായിട്ട് പറഞ്ഞോട്ടോ. അങ്ങനെ ക്ലാസ്സിൽ കേക്ക് കൊണ്ട് വെച്ച പാടേ എണീറ്റ് വന്നിട്ടുണ്ടല്ലോ. എന്താണ് ഈ കാണുന്നത്? അങ്ങനെ ഐശ്വര്യമായിട്ട് സാറിന് പിന്നെ കത്തി കൈമാറി ജാസ്ക് മാത്രമേ ജാസ്ക് ഒരു സംഭവം തന്നെ ചേരെ സാറിന്റെ വാക്കുകളിലേക്ക് നമുക്ക് കാത്തോർക്കാം. സാർ ഇത്ര നാൾ എന്തായാലും പഠിപ്പിച്ചില്ല, കാര്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് അതിന്റെ പേരിലാണ് ഈ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുന്നത്. കേക്ക് മുറിക്കണ പാടേ ഇവന്റെ കണ്ണൊക്കെ പോകണ്ട. ഇവിടെ നോക്കി സാറിന്റെ കേക്ക് ഒക്കെ തന്നെ ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം ഇതെങ്ങനെയെങ്കിലും ഒരു അറ്റാക്ക് ചെയ്യാനായിട്ട്. അതിന്റെ വീട്ടിൽ ലക്ഷ്യമായ കാത്തിരിപ്പാണ്. അത് കഴിഞ്ഞ പാടേ സാറിനെ തട്ടിമാറ്റി ഇതേ പാർട്ടീഷനായി. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു കൈ എന്റെ വന്നിട്ടാണ്. അതായത് സാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സാറിന് പിന്നെ ഒരു ഗിഫ്റ്റ് കൊടുത്ത് നമ്മുടെ നേരെ വിട്ട് ക്രിസ്മസ് സെലിബ്രേഷൻ ഡാൻസ് പ്രാക്ടീസിനാണ്. ഞാനുണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഡാൻസ് പ്രാക്ടീസ് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഞാനാണല്ലോ മെയിൻ ഡാൻസർ. പ്രൊഫഷണൽ ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അതും കഴിഞ്ഞൊന്നും പോരാണ്ട് കപ്പിൾ ഡാൻസ് എന്ന് പറഞ്ഞ് ഇറങ്ങിയത് വെറുതെ അതിനെ വരി താഴെയിട്ടവൻ. എന്റെ പ്രൊഫഷണൽ സ്റ്റെപ്പ് പഠിക്കാൻ പറ്റാത്തോണ്ടൊന്നുണ്ട്. ആരും ഇതേ പിണങ്ങി പോയിരിക്കുന്നു അവിടെ. ഓ അതിനിടക്ക് നോക്കി സഫാൻ കാർഡ് റീലും കൊണ്ട് വന്നേക്കണം. സഫാൻ കാർഡ് ഏറ്റവും വലിയ ഫാൻ കേട്ടാണ്. സഫാൻ ഖാനെ കെട്ടറന്നൊക്കെയാണ് പറയണത്. അപ്പോഴത്തേനും ആരുടെ പിണക്കം മാറിയിട്ടുണ്ട്. കാരണം എന്തുകൊണ്ട് ഒരു ഷെയ്ക്ക് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോ എന്താന്ന് നോക്കി ഷെയ്ക്കിന് വേണ്ടി പിണക്കം. അപ്പൊ ഓക്കെ, ഫോളോ ചെയ്താൽ ബാക്കി നാളെ കാണാം.